ബഹുമാനനായ പ്രൊഫസർ കാഞ്ചാലയ്യ, ആദരണീയനായ കെ കൊച്ചേട്ടൻ, വേദിയിലിരിക്കുന്ന സമാദരണീയരായ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദൈവം തമ്പുരാൻ്റെ രക്ഷയും സമാധാനവും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇതൊരു ചരിത്രപ്രധാനമായ സന്ധ്യയാണെന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് വിശ്വസിക്കുന്നു. സംഘപരിവാർ ഫാഷിസത്തിനെതിരായി ഈയൊരു മാസക്കാലയളവിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുവജന മുന്നേറ്റത്തിൻ്റെയും യുവജന പ്രഖ്യാപനത്തിൻ്റെയും ഭാഗമാണ് ഈ സംഗമം. ഇന്ത്യയുടെ സാമൂഹിക ചരിത്രത്തിലെ ചരിത്രപ്രധാനമായ പരിവർത്തനങ്ങൾക്ക് നിമിത്തമായ മണ്ഡൽ കമ്മീഷനെ അനുസ്മരിച്ചുകൊണ്ട്, അത് നമ്മുടെ സാമൂഹിക ഘടനയിലുണ്ടായ പ്രത്യാഘാതങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട്, ആ ഓർമ്മകളെ അയവിറക്കിക്കൊണ്ടായിരിക്കണം സംഘപരിവാറിനെതിരായ ആശയപ്രചരണവും പ്രതിരോധവും സമാരംഭിക്കേണ്ടത് എന്നാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് ഈ സംഗമത്തിലൂടെ പ്രഖ്യാപിക്കുന്നത്. അധികാരത്തിൽ നിന്നും അറിവിൽ നിന്നും ബഹുദൂരം അകറ്റി നിർത്തിയ, പതിറ്റാണ്ടുകളോളം അകറ്റി നിർത്തിയ ജനവിഭാഗങ്ങൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ കൂടി പേരായിരുന്നു മണ്ഡൽ കമ്മീഷൻ എന്നത്. ഇന്ത്യയുടെ ജനസംഖ്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഒരു ജനവിഭാഗം, ഈ രാജ്യത്തിലെ ദലിത് ജനവിഭാഗം, ഈ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങൾ, ഈ രാജ്യത്തിലെ പിന്നാക്ക ജനവിഭാഗങ്ങൾ, ജനസംഖ്യാപരമായി അവർ ഈ രാജ്യത്തിൻ്റെ 80% വരുന്നുണ്ട്. അതേസമയം അധികാരത്തിൽ അവരുടെ പ്രാതിനിധ്യം എത്ര എന്ന് ചോദിച്ചാൽ ഏതാനും ചില്ലറകൾ മാത്രമാണ്. വിദ്യാഭ്യാസ രംഗത്ത് അവർക്കുള്ള സ്ഥാനം എത്ര എന്നന്വേഷിച്ചാൽ ഏതാനും ചില കണക്കുകൾ മാത്രമാണ്. ഈ തിരിച്ചറിവാണ് ഇന്ത്യയിലെ മണ്ഡൽ പ്രക്ഷോഭമായി രൂപാന്തരപ്പെട്ടത്. ആ പ്രക്ഷോഭത്തിനൊടുവിലാണ് ഇന്ത്യൻ സാമൂഹിക ഘടനയിൽ ചെറുതെങ്കിലും ചലനങ്ങളുണ്ടാക്കിയ ചില മുന്നേറ്റങ്ങൾ ഈ രാജ്യത്ത് നടന്നത്. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഈ രാജ്യം. 27% സംവരണം വേണമെന്ന മണ്ഡൽ കമ്മീഷന്റെ ശുപാർശയെ നടപ്പിലാക്കുവാൻ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമാൻ VP സിംഗ് തീരുമാനിച്ചപ്പോഴാണ് സംഘപരിവാർ പ്രസ്ഥാനം അയോധ്യ മൂവ്മെന്റ് ആരംഭിക്കുന്നത്. മണ്ഡൽ കമ്മീഷൻ എന്നത് യഥാർത്ഥത്തിൽ ചില കണക്കുകൾ മാത്രമായിരുന്നില്ല. മണ്ഡൽ കമ്മീഷൻ എന്നത് ചില സംവരണങ്ങൾ, ഉദ്യോഗ പ്രാതിനിധ്യം മാത്രമായിരുന്നില്ല. മറിച്ച് അതൊരു രാഷ്ട്രീയ മുന്നേറ്റമായിരുന്നു. ജനസംഖ്യയിലെ ഈ മഹാഭൂരിപക്ഷം വരുന്ന ജനവിഭാഗത്തെ ഐക്യപ്പെടുത്തുവാനും അവർക്കിടയിൽ രാഷ്ട്രീയമായ ഒരു ഏകീകരണം സംഭവിക്കുവാനും സാധ്യതകളുണ്ടായിരുന്ന ഒരു വലിയ സങ്കല്പത്തിന്റെ പേരായിരുന്നു മണ്ഡൽ പ്രസ്ഥാനം എന്നത്. 90കളിൽ VP സിംഗ് മണ്ഡൽ കമ്മീഷൻ ശുപാർശ നടപ്പിലാക്കുവാൻ തീരുമാനിച്ച, അതിന്റെ സമ്മർദ്ദങ്ങൾ ഈ രാജ്യത്ത് ഉയർന്നുകൊണ്ടിരുന്ന അതേ സമയത്താണ് സംഘപരിവാർ സംഘടനകൾ അയോധ്യ മൂവ്മെന്റ് ആരംഭിക്കുന്നത്. നഷ്ടപ്പെട്ട ഉദ്യോഗത്തെക്കാളും, ഇനിയും ലഭിച്ചിട്ടില്ലാത്ത അധികാരത്തെക്കാളും, പതിറ്റാണ്ടുകളായി തടയപ്പെട്ട വിദ്യാഭ്യാസത്തെക്കാളും പ്രധാനമാണ് നമ്മുടെ അമ്പലവും നമ്മുടെ പള്ളിയുമെന്ന് ഈ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങളെയും ഈ രാജ്യത്തിലെ ദളിത് പിന്നാക്ക ജനവിഭാഗങ്ങളെയും വൈകാരികമായി ബോധ്യപ്പെടുത്തുകയായിരുന്നു അയോധ്യ മൂവ്മെന്റിലൂടെ സംഘപരിവാർ ചെയ്തത്. ആ ശ്രമത്തിൽ
അവർ വലിയൊരളവിൽ വിജയിക്കുകയും ചെയ്തു. ആ മൂവ്മെന്റിന്റെ, ആ അയോധ്യ പ്രസ്ഥാനത്തിന്റെ തുടർച്ചയിലാണെന്ന് ഹിന്ദുത്വ ശക്തികൾ ഒറ്റക്ക് തന്നെ ഭൂരിപക്ഷം ലഭിച്ച് ഈ രാജ്യത്ത് അധികാരം വാണുകൊണ്ടിരിക്കുന്നത്. അറിവിനേക്കാൾ പ്രധാനമാണ്, അധികാരത്തെക്കാൾ പ്രധാനമാണ്, തടയപ്പെട്ട ഉദ്യോഗങ്ങളെക്കാൾ പ്രധാനമാണ്, ഈ ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയ ഐക്യത്തെക്കാൾ പ്രധാനമാണ് നമ്മുടെ അമ്പലവും നമ്മുടെ രാമനും നമ്മുടെ പള്ളിയുമെന്ന് ഈ രാജ്യത്തിലെ ദലിതനെയും മുസ്ലിമിനെയും പിന്നോക്കക്കാരനെയും വൈകാരികമായി ബോധ്യപ്പെടുത്തുവാൻ സംഘപരിവാറിനുള്ള മിടുക്കും അതിന്റെ വിജയത്തിന്റെ കെടുതിയാണ് ഈ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവിൽ നിന്ന് വേണം ഫാഷിസത്തിനെതിരായ പ്രതിരോധങ്ങളും മുന്നേറ്റങ്ങളും ആരംഭിക്കേണ്ടത് എന്നാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആഗ്രഹിക്കുന്നത്. ഈ തിരിച്ചറിവ് ഈ രാജ്യത്തിലെ പിന്നോക്ക ജനവിഭാഗത്തിനുണ്ടാകണം. ഈ തിരിച്ചറിവ് ഈ രാജ്യത്തിലെ ദളിത് ജനവിഭാഗത്തിനുണ്ടാകണം. ഈ തിരിച്ചറിവ് ഈ രാജ്യത്തിലെ മുസ്ലിം ജനവിഭാഗത്തിനുണ്ടാകണം. ഈ തിരിച്ചറിവുണ്ടെങ്കിലേ ഫാസിസ്റ്റ് വിരുദ്ധമായ, സംഘപരിവാർ വിരുദ്ധമായ ഏത് മുന്നേറ്റവും ഇവിടെ പ്രതിരോധവും ഫലിക്കുകയുള്ളൂ എന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഉദ്ദേശിക്കുന്നു. സംഘപരിവാറിനെ പ്രതിരോധിക്കുവാൻ, ഹിന്ദുത്വ വർഗീയതയെ പ്രതിരോധിക്കുവാൻ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആയുധം ഇന്ത്യൻ സാമൂഹിക ഘടനക്കകത്തെ ജാതി ശ്രേണി തന്നെയാണെന്ന് വർത്തമാനകാല സംഭവങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സംഘപരിവാർ യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്നത് സംവരണ വിരുദ്ധമായ ആശയവും ഒരു രാഷ്ട്രീയവുമാണ്. ജനസംഖ്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന 80% വരുന്ന ഈ ജനവിഭാഗങ്ങൾ അധികാരത്തിലേക്കും ഉദ്യോഗങ്ങളിലേക്കും അറിവിന്റെ ലോകത്തേക്കും ഉയർന്നു വരണമെന്ന് സംഘപരിവാർ സംഘടനകളോ പ്രസ്ഥാനങ്ങളോ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്നല്ല, അവർ വരേണ്ടതില്ല, വരാൻ പാടില്ലെന്ന് ആശയപരമായി പ്രത്യയശാസ്ത്രപരമായി തന്നെ വിശ്വസിക്കുന്നവരാണ് സംഘപരിവാർ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തെ, അത് സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന ഭാവനാത്മകമായ ഒരു ഏക ഹൈന്ദവതയെ പ്രതിരോധിക്കണമെങ്കിൽ ഈ തഴയപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഇനിയും അവകാശവും അധികാരവും ലഭിച്ചിട്ടില്ലാത്ത ജനവിഭാഗങ്ങൾക്കിടയിൽ രാഷ്ട്രീയവും സാമൂഹികവുമായ ഐക്യമുണ്ടാകണം എന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ ചരിത്രത്തിലെ ചരിത്രപ്രധാനമായ ഒരു സംഭവത്തിന്റെ ഓർമ്മ പുതുക്കലിൽ ഇത്തരം ഒരു സാമൂഹിക മുന്നേറ്റത്തിന്റെ സാധ്യതകളെക്കുറിച്ച് ആരായുകയാണ് മണ്ഡൽ കമ്മീഷന്റെ 25ാം വാർഷികം കേരളത്തിൽ സംഘടിപ്പിക്കുന്നതിലൂടെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ചെയ്യുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഈ സമ്മേളനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങൾ ചില കാര്യങ്ങൾ കൂടിയാലോചിക്കുകയുണ്ടായി. കേരളത്തിൽ പോലും ഉദ്യോഗങ്ങളിലും അധികാരങ്ങളിലും അറിവിന്റെ മേഖലയിലും ലഭിക്കേണ്ടുന്ന സംവരണങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധന നടത്തി നോക്കിയാൽ ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, സംവരണങ്ങൾ അട്ടിമറിച്ചുകൊണ്ടും സംവരണത്തിന് ചോദ്യം ചെയ്തുകൊണ്ടുമാണ് കേരളത്തിലെ ഇരുമുന്നണികളും പല കാലങ്ങളിലും മുന്നോട്ടു പോയിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. നരേന്ദ്രൻ കമ്മീഷൻ നഷ്ടപ്പെട്ട ബാക്ക്ലോഗ് എന്തുകൊണ്ട് നികത്തപ്പെട്ടില്ല എന്ന് മാത്രമല്ല, നികത്തപ്പെടാനുള്ള സ്പെഷ്യൽ പാക്കേജ് ഉണ്ടാക്കിയപ്പോ മുന്നോക്ക ജനവിഭാഗത്തിലെ ആളുകളെ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു അന്നത്തെ ഭരണകൂടം പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പ്രബുദ്ധമെന്നും രാഷ്ട്രീയ പ്രബുദ്ധമെന്നും നമ്മൾ അവകാശപ്പെടുന്ന കേരളത്തിന് പോലുമുണ്ട്. ഒരു സംഭരണ വിരുദ്ധ രാഷ്ട്രീയത്തെ ഗർഭം ധരിച്ചുകൊണ്ടാണ് കേരളം പോലും അതിന്റെ രാഷ്ട്രീയ ചിത്രം വരക്കുവാൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. സംവരണത്തിന്റെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സംവരണീയരുടെ രാഷ്ട്രീയമായ ഏകീകരണം നടത്തിക്കൊണ്ട് ഫാസിസ്റ്റ് വിരുദ്ധമായ, സംഘപരിവാർ വിരുദ്ധമായ സാമൂഹിക മുന്നേറ്റം സാധ്യമാകുമോ എന്നതാണ് ഈ സായം സന്ധ്യയിൽ ചരിത്രപ്രധാനമായ ഈ കൂട്ടായ്മ ഈ സമൂഹത്തോട്, നമ്മളോട് സ്വയം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. അതിന് ഈ വാർഷികവും ഈ സംഗമവും ഒരു പ്രചോദനവും നിമിത്തവും
സംഗമമാകണം എന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആഗ്രഹിക്കുന്നു. ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ മണ്ഡൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട്, ഇന്ത്യയിലെ ബഹുജൻ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട്, ഇന്ത്യയിലെ സംഘപരിവാർ വിരുദ്ധ പ്രതിരോധ മുന്നണികളുമായി ബന്ധപ്പെട്ട് അതിലേറ്റവും അഗ്രഗണ്യനായ ബഹുമാന്യനായ പ്രൊഫസർ കാഞ്ച അലയ്യ സാറ് തന്നെയാണ്. സോളിഡാരിറ്റിയുടെ ക്ഷണത്തെ അദ്ദേഹം ആഹ്ലാദത്തോടുകൂടിയാണ് എതിരേറ്റത്. ഇത്തരമൊരു പരിപാടി മണ്ഡൽ കമ്മീഷന്റെ 25ാം വാർഷികം എന്നത് ഇത്രയും വിപുലമായ സ്വഭാവത്തിൽ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ അപൂർവമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ബഹുമാന്യനായ കാഞ്ച അലയ്യ സാറെ സോളിഡാരിറ്റിയുടെ ക്ഷണം അദ്ദേഹം സ്വീകരിച്ച് ഈ ചരിത്ര പ്രധാനമായ സംഗമം ഉദ്ഘാടനം ചെയ്യുവാൻ വന്നതിൽ ഞാൻ അദ്ദേഹത്തെ സോളിഡാരിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ കാഞ്ച അലയ്യ സാറാണ്. എല്ലാവർക്കും സോളിഡാരിറ്റിയുടെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് വിടവാങ്ങുന്നു.